കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനാ നടപടികളിൽ ദുരൂഹത ഒഴിയുന്നില്ല. ആദ്യം കൂട്ടത്തോടെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇപ്പോൾ പുതുതായി ഉൾപ്പെടുത്തിയവരുടെ എണ്ണത്തിലാണ് ദുരൂഹത. 26,1201 പേരെ ഉൾപ്പെടുത്തിയതാണ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ളത്. ഈ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്ത് നൽകി. ഇത്രയധികം പേർ എങ്ങനെ ഉൾപ്പെട്ടു എന്നത് ദുരൂഹമാണ്. ലഭിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നും പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കണമെന്നും കത്തിലുണ്ട്. ഫോറം 6, ഫോറം 6A, ഫോറം 8A എന്നിവ പ്രകാരം പല നിയമസഭാ മണ്ഡലങ്ങളിലും ലഭിച്ച അപേക്ഷകളുടെ എണ്ണം അസാധാരണമാണ്. പൊതുവിൽ 1.5 ലക്ഷം അപേക്ഷയാണ് ഇതര ജില്ലകളിലെങ്കിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ 2 ലക്ഷം മുതൽ 6 ലക്ഷം വരെ അപേക്ഷകളുണ്ട്. ഇത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ, തളിപ്പറമ്പ്, അഴീക്കോട് മണ്ഡലങ്ങളിൽ അപേക്ഷകരുടെ എണ്ണം വളരെ ഏറെയാണ്. BLOമാരുടെ വെരിഫിക്കേഷൻ ഇല്ലാതെയാണ് അപേക്ഷകളിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. BLOമാരുടെ പരിശോധനയില്ലാതെ അപേക്ഷ തീർപ്പാക്കരുതെന്നും പരിശോധനയുടെ തീയതി BLOമാരെ അറിയിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. തമിഴ്നാട്, ഒഡീഷ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ താമസക്കാരും കേരളത്തിൽ സ്ഥിരതാമസമില്ലാത്തവരും ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളും ഉൾപ്പെടെ ധാരാളം പേരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമമുണ്ടായി. ചില മണ്ഡലങ്ങളിലെ 10,000-ലേറെ വോട്ടർമാരെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റിയതായിട്ടും കാണുന്നുണ്ട്. ഇതും അസാധാരണമായ നടപടിയാണ്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.